എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഈ കയ്യടി വളരെ ജെനുവിൻ ആയിട്ടുള്ളൊരു കയ്യടിയാണ്. നിങ്ങളെല്ലാവരും ഇത് നടക്കുന്നത് അറിഞ്ഞും കേട്ടും സ്വന്തം ചെലവിലും വണ്ടിയിലും ബസ്സിലും ഒക്കെ കയറിയും തിരക്കിലും ഒക്കെ വന്ന് ഇവിടം വരെ ഇരിക്കുന്ന ആൾക്കാരാണ്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. അല്ലാതെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പേടിപ്പിച്ചു കൊണ്ടുവന്ന ആൾക്കാരല്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഇതിനിപ്പോ നിങ്ങൾ കൈയടിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല. കാരണം നിങ്ങൾ രണ്ടുപേര് കൈയടിച്ചില്ല, അതുകൊണ്ട് നാളെ നിങ്ങൾക്ക് പണി തരണോ വേണ്ടയോ എന്ന് ഞങ്ങൾ ആരെങ്കിലും ഒന്ന് ആലോചിക്കട്ടെ എന്നൊന്നും ഈ വേദിയിലിരിക്കുന്ന ഒരാളും ആരോടും പറയാൻ പോകുന്നില്ല എന്നുള്ളൊരു ധൈര്യം ഇതിന് വലിയ കാര്യമായിട്ടുണ്ട്. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഞങ്ങളുടെ ഏതെങ്കിലും നേതാക്കൾ രാവിലെ ഉറങ്ങി എണീറ്റിട്ട് ഇത് രാത്രിയാന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കണം. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചേട്ടാ, ആരെങ്കിലും ഒക്കെ കുറച്ച് ധൈര്യമുള്ള ആൾക്കാർ പാർട്ടിയിൽ ഉണ്ടാവുമല്ലോ. ഇവര് തിരിച്ചു ചോദിക്കൂല്ലോ, ചേട്ടാ ഇതിപ്പം രാവിലെ അല്ലേ, ഇത് രാത്രി അല്ലല്ലോ. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ പുള്ളിനെ അപ്പൊ തന്നെ നമ്മൾ വർഗ്ഗശത്രുവായിട്ട് പ്രഖ്യാപിക്കും. പിന്നെ വേറെ കുറെ പരിപാടികളുണ്ട്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഉള്ള കാര്യം തുറന്ന് പറയുന്നതിന് ആരെയും പേടിക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു നീ പറഞ്ഞൊരു വലിയ പ്രശ്നമുണ്ട്. കാരണം കോൺഗ്രസിന് അണികളുണ്ട്, കോൺഗ്രസിന് അംഗങ്ങളുണ്ട്, പക്ഷേ കോൺഗ്രസിന് അടിമകളില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്നാ പുള്ളി പറഞ്ഞു, അടിമത്തത്തിനെതിരെ ഏറ്റവും കൂടുതൽ പോരാടിയത് ഞങ്ങളുടെ പാർട്ടിയാണ്. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല. കാരണം ഈ ലോകത്തിന്റെ ഏത് കോണിൽ എന്ത് നല്ല കാര്യം നടന്നാലും അത് നമ്മളുണ്ടാക്കിയതാന്ന് പറയുന്ന ഒരു പരിപാടി പണ്ട് തൊട്ടേ ഇവരുടെ കയ്യിലുണ്ട്. RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ, സഹിക്കല്ലാതെ എന്ത് ചെയ്യാം. അപ്പൊ അവൻ പറഞ്ഞു, നീ ഇത്രയൊക്കെ പറയുകയാണെങ്കിൽ നിന്നെ നമ്മുടെ നോട്ടപ്പുള്ളിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സൈബർ ശക്തിയെ കുറിച്ച് നിനക്ക് അറിയില്ല. നീ പേടിക്കണം. അത്രേ ഉള്ളോ? ഇത്ര മതിയോ? അടുത്ത ഒരാഴ്ച നിനക്കെതിരെ വലിയ തരത്തിലുള്ള ട്രോളുകളും എഴുത്തുകളും കാര്യങ്ങളും പരിപാടികളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പലതരത്തിൽപ്പെട്ട പരിപാടികളുണ്ട്. സൈബർ ഏരിയയിൽ നിന്നെ ഞങ്ങൾ കാണിച്ചു തരാൻ നിനക്ക് പലതരം ഇടപാടുകൾ ഞങ്ങളുടെ പ്ലാൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. നീ അന്ന് നോവിച്ച് വിട്ടതൊരു പാമ്പിനെയാടാ. തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. അപ്പൊ ഞാൻ പറഞ്ഞു, അത് നീ വേണേ ചെയ്തോ. കാരണം പണ്ട് കമ്പ്യൂട്ടറിനെതിരെ സമരം നടത്തിയത് വിജയിക്കാതെ പോയത് കൊണ്ട് ഇപ്പൊ സൈബർ എന്ന് പറയുന്ന ഒരു സ്ഥലമെങ്കിലും ഉണ്ട്. ആ സമരം വിജയിച്ചിരുന്നെങ്കിൽ ഇപ്പൊ സൈബർ സ്പേസും ഇല്ല, സൈബറും ഇല്ല, ഒന്നുമില്ല. അതവിടെ പറഞ്ഞോട്ടെ. ഒരക്ഷരം പോലും തെറ്റിയില്ല. എന്റെ എല്ലാ മാനവും പോയി. പക്ഷെ കാലം കടന്നുപോയി, കമ്പ്യൂട്ടറുകൾ വന്നു, ഇന്റർനെറ്റ് വന്നു, അതെല്ലാം വന്നു. ഇതെല്ലാം വന്ന് കാലം ഇത്രയും മുന്നോട്ട് പോയി ഇപ്പോഴും കമ്പ്യൂട്ടറിനോടുള്ളൊരു ദേഷ്യം തീർന്നിട്ടില്ല. നിയമസഭയിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടർ വരെ കണ്ട ഒപ്പത്തിനെടുത്ത് എറിഞ്ഞു കളയാം. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. അങ്ങനത്തെ ഒരു എന്തൊക്കെയോ ചില പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സമയത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. മുതലും പലിശ ചേർത്ത് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ. എങ്ങനെ? ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ. കേട്ട് കേട്ട് ഞാൻ മടുത്തു.